ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ഘടകവും ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറം വളാഞ്ചേരിയും സംയുക്തമായി നോ ടൊബാക്കോ ക്യാമ്പയിൻ മെയ് 31 വെള്ളിയാഴ്ച വളാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ഘടകവും ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറം വളാഞ്ചേരിയും സംയുക്തമായി നോ ടൊബാക്കോ ക്യാമ്പയിൻ മെയ് 31 വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് വളാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിക്കും. ചടങ്ങിൽ എംഎൽഎമാരായ ഡോക്ടർ KT ജലീൽ, UA ലത്തീഫ്, ഉബൈദുള്ള എന്നിവരും വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ അഷ്റഫ് അമലത്തിങ്കൾ, ഡോക്ടർ ശ്രീകുമാര മേനോൻ, IDAയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ടെറി തോമസ്, സെക്രട്ടറി ഡോക്ടർ ദീപു J. മാത്യു, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ നവീൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് വേൾഡ് നോ ടൊബാക്കോ ഡേ വളാഞ്ചേരിയിൽ വെച്ച് ചെഗുവേരയുടെ കൂടെ സംയുക്തമായി ആഘോഷിച്ചു വരികയാണ്. മെയ് 31 ഉച്ച കഴിഞ്ഞിട്ട് 3 മണി മുതൽ വളാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിലെ പ്രോഗ്രാം വെച്ചിട്ടാണ് ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, പുകയില നിരവധി രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വസ്തുവായും ഫലങ്ങളുമുണ്ട്. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ അതിനെപ്പറ്റിയിട്ടൊരു ബോധവൽക്കരണമാണ് ഈ പരിപാടികളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏത് ലഹരി പദാർത്ഥങ്ങളുടെയും അടിസ്ഥാനവും തുടക്കവും ഈ പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് എന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാനുണ്ടായിട്ടുള്ള കാരണം. ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട് വരികയാണ്. അതിൻ്റെ എല്ലാം തന്നെ തുടക്കം പുകയില ഉൽപ്പന്നങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ ക്യാമ്പയിൻ ഇവർക്കിടയിൽ നടത്തുന്നതിനും അവബോധം വരുത്തുന്നതിനും വേണ്ടിയിട്ടാണ് നോ ടൊബാക്കോ ഡേ വളരെ വിപുലമായ രീതിയിൽ ഈ വരുന്ന 31 വളാഞ്ചേരിയിൽ നടക്കുന്നത്. നമ്മുടെ ഈ വർദ്ധിച്ചു വരുന്ന ഈ പുകയില ഉപയോഗം നമ്മളുടെ യുവതലമുറയെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിനെതിരായിട്ട് നമ്മളൊരു ക്യാമ്പയിനാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 31 ടൗൺ ഹാളിൽ വെച്ചിട്ട് ശ്രീകുമാരൻ മേനോൻ പുള്ളിയുടെ ഒരു ടോക്ക് ഉണ്ടായിരിക്കും. അതുപോലെ മറ്റ് പ്രമുഖമായ രാഷ്ട്രീയ നേതാക്കളുണ്ട്, പിന്നെ ഡോക്ടേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ ഒരു ബോധവൽക്കരണ ക്ലാസ്സുകളും ഉണ്ടാവും. പിന്നെ ദന്തൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ്, സ്ട്രീറ്റ് പ്ലേ ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ പരമാവധി എല്ലാവരും ഇതിൽ പങ്കെടുത്ത് ഇതിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രോഗികളെ പരിചരിക്കൽ മാത്രമല്ല, സമൂഹത്തിലെ വ്യത്യസ്തമായ വിഷയങ്ങൾ ഇടപെടുന്ന രീതിയിലേക്ക് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ കേരള ഘടകം വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ജനകീയ പങ്കാളിത്തത്തോടുകൂടി സാമൂഹ്യ തിന്മകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ ഒരു ആരോഗ്യ പ്രവർത്തന രീതിയിൽ കൃത്യമായിട്ട് പറയാൻ കഴിയും, നമ്മുടെ പ്രദേശത്ത് തന്നെ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ഏകദേശം 13ഓളം വരുന്ന ക്യാൻസർ രോഗികളുണ്ട്. അത് അപകടകരമായ സ്ഥിതിയിലാണ്. അപ്പോൾ നിരന്തരമായിക്കൊണ്ട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാറ്റിൻ്റെയും തുടക്കം ഒരു ബീഡി വലിച്ചുകൊണ്ടാണ്. പിന്നെ ആ ബീഡിയും അതിന് അപ്പുറമായിക്കൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗം നടക്കുന്നത് ന്യൂ ജനറേഷനിലാണ്. പിന്നെ കഴിഞ്ഞൊക്കെ 2-3 മാസങ്ങളായിട്ട് ടൺ കണക്കിന് കഞ്ചാവാണ് നമ്മുടെ രാജ്യത്ത് മലപ്പുറം ജില്ലയിൽ മാത്രം വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അപകടകരമായ സ്ഥിതിയാണ്. അപ്പോൾ സമൂഹത്തിന് കൃത്യമായ സന്ദേശം നൽകുകയും അത്തരക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് പൊതുധാരയിലേക്ക് കൊണ്ടുവരികയും എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് ഈ ഐഡിയയുമായി കൊണ്ട് ചെഗുവേര കൾച്ചറൽ ഫോറം കൂടി മുന്നോട്ട് വന്നിരിക്കുന്നത്. ക്യാമ്പയിനിൽ സെമിനാറുകൾ, ബോധവൽക്കരണ ക്ലാസ്, മാജിക് ഷോ, ലഘുലേഖ വിതരണം, തെരുവുനാടകം, ഫ്ലാഷ് മോബ് എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ദീപു J. മാത്യു, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ നവീൻ, ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറം പ്രതിനിധികളായ VPM സാലി, വെസ്റ്റേൺ പ്രഭാകരൻ, അബ്ദുൾ അസീസ് പാണ്ഡികശാല, മോഹൻകുമാർ അഴിക്കാട്ടിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം. ചാസിയ സിൽക്സ്, വളാഞ്ചേരി.